ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ടയർ വെച്ചിട്ടാട്ടോ. അപ്പോൾ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ ഈ ചെടി നടലിന്. ഈ ടയറിൻ്റെ ഉള്ളൊരു മണ്ണ് നിറക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ടയർ ഇവിടെ ഒരു മുറ്റത്ത് ഒരു മരമുണ്ട്, ആ മരത്തുമ്മലേക്ക് ടയർ അങ്ങോട്ട് കെട്ടി തൂക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ അതാ ഞാൻ കയറ് അവിടേക്കൊന്നിങ്ങനെ കെട്ടി പിടിപ്പിച്ചതാട്ടോ. മുകൾ ഭാഗം ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്റ്റൂൾമേലൊക്കെ കയറി നിന്ന് അവിടെ കെട്ടി വെച്ച് ഇനി അത് പോരാന്ന് കണ്ടപ്പോൾ കുറച്ച് ഒരു കയറൂടി ഇങ്ങോട്ട് ഏച്ചു കൂട്ടിയിട്ട് ഒന്നുകൂടി ഇതുപോലെ ഇങ്ങോട്ട് കെട്ടി നമ്മളെ ടയർ കണ്ടില്ലേ, ടയർ തീമൽ ഇങ്ങോട്ട് കെട്ടി തൂക്കുക. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒന്ന് നട്ട് നോക്കണത് കേട്ടോ. എങ്ങനെ ഉണ്ട് ഇല്ല എന്നൊന്നും അറിയില്ല. കുറച്ചൊരു റിസ്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, ഈ ടയറിൻ്റെ ഉള്ളിൽ മണ്ണ് നിറക്കണമെങ്കിൽ നല്ലൊരു റിസ്ക് തന്നെയാണ് കേട്ടോ. എന്നാലും വേണ്ടി നമ്മൾ ചെയ്ത് നോക്കുക. റിസ്ക് എടുത്താലും ഉണ്ടല്ലോ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഈ ടയറൊക്കെ ഇപ്പോൾ മഴക്കാലമാണല്ലോ, വെറുതെ പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞാൽ കൊതുക് മുട്ടിടും ചെയ്യും. അതിന് നല്ലത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ടയറിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് നിറക്കണം. നമ്മൾ റിസ്ക് ഉള്ള പരിപാടി ഒന്ന് സെറ്റാക്കുക കേട്ടോ. അപ്പം നമ്മളെ ചെടി നടന്നൊരു ചട്ടക ഉണ്ടായിരുന്നു കേട്ടോ. ആ ചട്ടക എവിടെ വെച്ചതെന്ന് തിരിഞ്ഞിട്ട് എവിടെയും കാണുന്നില്ല. പിന്നെ നമ്മളൊരു ഒഴിവാക്കിയൊരു പാത്രം ഉണ്ടായിരുന്നിട്ടൊരു മൂടി, ആ മൂടി ഇങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് മണ്ണെടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് നിറക്കട്ടോ. ഞാനും മോനും കൂടിയാട്ടോ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ചെയ്തിട്ടും നമുക്ക് ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് മണ്ണ് ഇങ്ങോട്ട് ഇറങ്ങി കിട്ടണമെങ്കിൽ ഭയങ്കര ഒരു പ്രയാസം. പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കുറേയൊക്കെ കൈയിനോടാക്കും. എന്നാലും വേണ്ടിയില്ല നമ്മളെന്ത് ചെയ്ത് ഇത് നടാതെ നമ്മൾ നിന്നില്ല കേട്ടോ. എന്തായാലും നടണം എന്നുള്ളൊരു വാശി തന്നെ എനിക്ക് കയറി. ഇതിൽ മണ്ണ് റിസ്ക് ആയിട്ടാണെങ്കിലും ഞങ്ങൾ ഒരുപാട് ശ്രമിച്ച് ഇതിലേക്ക് ഒരു വിധത്തിലൊക്കെ മണ്ണ് ഞങ്ങൾ നിറച്ച് വെച്ചിട്ടോ. പിന്നെ എനിക്കൊരു ഐഡിയ വന്ന് ഇതിൻ്റെ ഉള്ളിലൊരു കുപ്പി ഇങ്ങോട്ട് വെച്ചിട്ട് കുറേ ഇങ്ങോട്ട് വിടർന്ന് നിൽക്കല്ലോ ടയർ എന്നുള്ളത്. അങ്ങനെ ഞാനൊരു കുപ്പി ഇങ്ങോട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ കുപ്പി ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് പിന്നെ വേഗം എളുപ്പത്തിൽ തന്നെ നിറക്കാൻ കഴിഞ്ഞിട്ടോ. അതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കണ്ടിട്ടോ. എന്നാലും നമ്മളെന്താ പരാജയമാണ് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ ഞാൻ കുപ്പി ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് മണ്ണ് നിറക്കാൻ കഴിഞ്ഞിട്ടോ. ഇതുപോലെ വെച്ച് ഞാനിങ്ങനെ മണ്ണ് നിറച്ച് ഇതിലേക്ക് നമ്മൾ നടാൻ വിചാരിക്കുന്ന ചെടി എന്ന് വെച്ചാൽ നമ്മൾ ഹാങ്ങിങ് ചെടിയാട്ടോ നടുന്നത്. എങ്ങനെ ഉണ്ടാവില്ലെന്ന് നല്ല ഭംഗി ഉണ്ടാവും ഈ ടയറിലൊക്കെ ചെടി നട്ട് പിടിപ്പിച്ചാൽ. പിന്നെ എന്ത് പണിയെടുക്കുമ്പോൾ അതിനായിട്ടുള്ള റിസ്ക് ഉണ്ടാവുമല്ലോ. റിസ്ക് എടുത്താൽ തന്നെയാണല്ലോ നമുക്ക് വിജയം ഉണ്ടാവുക. പിന്നെ ഒരു സംഗതി നമുക്ക് ഒഴിവാക്കാനില്ല. ടയറായാലും എന്തായാലും അതിലൊക്കെ ചെടി നടുക. പിന്നെ അതാ ഈ ഹാങ്ങിങ് ചെടി കേട്ടോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് ഒരുപാട് കട്ട് ചെയ്യാനോ അതിന് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതിലേക്ക് നട്ട് പിടിപ്പിച്ചാൽ നല്ലൊരു ഭംഗിയാണല്ലോ. അപ്പോൾ നമുക്കിത് ടയറിൻ്റെ ഉള്ളിലേക്ക് നട്ട് നോക്കാൻ ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് റൗണ്ടിൽ ഇങ്ങോട്ട് ആയി കിട്ടുള്ളൂ കേട്ടോ. കട്ട് ചെയ്യാതെ ഇങ്ങനെ നിന്നിങ്ങനെ നീണ്ട് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതിങ്ങനെ അതിൻ്റെ സമയത്ത് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ റൗണ്ടിൽ ഇങ്ങോട്ട് ബോളാകൃതിയിൽ ഇങ്ങോട്ട് വരുള്ളൂ. ഇതിന്മേന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ കുറേ ചെടികൾ ഈ ഹാങ് ചെടികൾ സെറ്റാക്കി വെച്ചത്. ഇനി നമുക്കൊന്ന് ടയറിലൂടെ നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എങ്ങനെയെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ അത് പോരാന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, നമ്മളെ കയ്യിലുള്ളതാണല്ലോ. അപ്പോൾ ഒരുപാട് ഫുള്ള് ചെടിയൊന്നും ഞങ്ങൾ കട്ട് ചെയ്തെടുക്കില്ല. ഇനി നമുക്കിത് പല രീതിയിലും സെറ്റാക്കാനുള്ളതാണ്. അപ്പോൾ അതാട്ടെ ഞാൻ ആവശ്യത്തിനുള്ള കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി. ഇനി നമുക്ക് നമ്മളെ ടയറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോഴും കുറച്ചൊരു റിസ്ക് ഉണ്ട്. എന്നാലും ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ചെടിയാണല്ലോ. ഇതിനൊക്കെ കുറഞ്ഞ മണ്ണും മതിയിട്ട് ഈ ചെടിക്ക്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ നട്ടു കൊടുക്കുന്നുണ്ട്. ഇതുണ്ടായിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒക്കെ ഞങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അങ്ങോട്ട് തീരാൻ കൊടുക്കുക കേട്ടോ ടയറിൻ്റെ ഉള്ളിലേക്ക്. ഓരോ വെറൈറ്റി രീതിയിലായിട്ട് നട്ട് നോക്കുക. പിന്നെ നമുക്ക് ഈ ടയർ നിലത്ത് വെച്ചിട്ട് ഈ ഹാങ്ങിങ് ചെടി നിലത്ത് നട്ട് പിടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇതിങ്ങനെ ഒരു കെട്ടി തൂക്കി ടയർ ഇങ്ങനെ കെട്ടി തൂക്കി മരത്തുമേലോ നമുക്ക് എവിടെ പോർച്ചിലോ എവിടെ വേണമെങ്കിലും നമുക്ക് എവിടെ നമ്മളെ സൗകര്യം ഉള്ളത്. പിന്നെ നമുക്കിന്നെ പോർച്ചിലൊന്നും ഇങ്ങനത്തെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് മുറ്റത്തൊരു ചെറിയൊരു മരം ഉണ്ടായിനെ. മരത്തുമേൽ ഇങ്ങനെ കയറ് കെട്ടി തൂക്കിയിട്ടാണ് ഇങ്ങനെ നടന്നത് കേട്ടോ. കണ്ടില്ലേ എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. നമുക്ക് എവിടെയാണോ നമുക്ക് ടയർ നമുക്ക് വെക്കാനുള്ള സൗകര്യം അവിടെ വെക്കട്ടെ. നമ്മളെ വീടിൻ്റെ ഓരോരുത്തർക്ക് ഓരോ സെറ്റാക്കലാണല്ലോ. അപ്പം നമുക്കുള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞത് നമ്മളെ വീട് മുറ്റത്ത് ചെറിയൊരു മരം ഉണ്ടായിന്, ആ മരത്തുമ്മരം ഇങ്ങനെ കെട്ടി വെച്ചിട്ടോ. അപ്പം നമുക്ക് ഇനിയും ഇതിലേക്ക് കുറച്ചുകൂടി നടണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നടണമെങ്കിൽ ഇനിയും നമുക്ക് മണ്ണ് നിറക്കണം. നമുക്കിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ മണ്ണ് നിറക്കുക. എന്നിട്ട് ചെടി ഇങ്ങനെ വെച്ച് കൊടുക്കുക, റൗണ്ടിൽ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക.
നല്ലൊരു ഭംഗിയുണ്ടാവും നമുക്ക് ഇത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാട്ട്. ഏതായാലും നമ്മളൊരു പണിയെടുക്കുകയല്ലേ, ആ പണിയെടുക്കുന്നത് കുറച്ചുകൂടി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ അതല്ലേ ഒന്നുകൂടി ഭംഗിയുണ്ടാകും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതാട്ടോ കുറച്ചുകൂടി കട്ട് ചെയ്തെടുത്തിട്ട് അതൊക്കെ നമ്മളെ ചെടി ഇങ്ങനെ ഒന്ന് റൗണ്ടിലായി കിട്ടുമാണ്. നല്ല ഭംഗി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചെടി. എല്ലാ ചെടീനോടും, ഈ ചെടിയെന്നില്ല എല്ലാ ചെടീനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ചുകൂടിയും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് നിറയെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടൊന്ന് തീരെയായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു വിധത്തിലൊക്കെ മണ്ണ് ഞാൻ റെഡിയാക്കി വെച്ചിന്. ഇനിയും നമുക്ക് എന്ത് ചെയ്യുക, കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കുക, ഇതുപോലെ ചെടി കട്ട് ചെയ്യുക, അതും ഇട്ട് കൊടുക്കുക. നല്ല റൗണ്ടിൽ ഇങ്ങനെ ടാക്കി എടുക്കണം. ഇതുപോലെ നട്ടോരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഇതുപോലൊക്കെ നട്ട ആൾക്കാരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാമല്ലോ, അഭിപ്രായങ്ങൾ പറയാം. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ വീഡിയോസും കാര്യങ്ങളും എത്തുള്ളൂ കേട്ടോ. ഇതപ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ നിങ്ങൾ സെറ്റാക്കി വെച്ച്. അപ്പം വെറുതെ ടയർ മുറ്റത്തവിടെ കൊണ്ടുപോയിട്ട് വെള്ളം കെട്ടി നിന്ന് അതിലേക്ക് കൊതുകൊക്കെ മുട്ടിട്ടാലും ഭയങ്കര പ്രശ്നം. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെടിയൊക്കെ നട്ടാലുണ്ടല്ലോ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ വേറെ ബോട്ടിലൊക്കെ ചെടികൾ നട്ട് പിടിപ്പിച്ചിന് കേട്ടോ. അതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഐഡിയ ആണ് ഇങ്ങനെ കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിലൂടെ സ്കൂൾ മക്കളൊക്കെ അത് പോകുമ്പോൾ ഇങ്ങനെ നോക്കും കേട്ടോ. ഇത് ഊഞ്ഞാലെ വിചാരിച്ച് പിടിച്ച് ആടൂരേക്കും, നമ്മളൊന്ന് ശ്രദ്ധിക്കും വേണം. ഇങ്ങനത്തെ ഒരു ടയർ വെച്ചിട്ടുള്ളൊരു ഊഞ്ഞാലയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മക്കളിങ്ങനെ പോകുമ്പോൾ ഊഞ്ഞാലയാണ് വിചാരിച്ച് ഒന്ന് പിടിച്ച് ചെറുത്തുന്നുണ്ട് ആട്ടിക്കാനൊക്കെ ഒരു മക്കൾക്കാണെങ്കിലും ഞമ്മക്കാണെങ്കിലും ഇതിങ്ങനെ ആടി കളിക്കുമ്പോൾ ഒരു ആട്ടാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ടയർ എന്താണോ തൂങ്ങി നിൽക്കുന്നത് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഇതാ ഞാൻ തന്നെ വെറുതെ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്കിങ്ങനെ ആട്ടി നോക്കാൻ തോന്നട്ടോ. ഊഞ്ഞാലാടുന്ന മാതിരി ഇങ്ങനെ ആട്ടി നോക്കാൻ വല്ലാത്തൊരു പൂതിട്ടോ. ഇതപ്പോൾ അത് സെറ്റാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നമ്മളെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ നമ്മളെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലാണല്ലോ നമുക്ക് ഉണ്ടാവോ ഇല്ലേ ഒക്കെ ഒന്ന് അറിയാൻ പറ്റുക. അപ്പോൾ നമ്മളെ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് മരയുള്ളൂ നമ്മളെ വീട്ടുമുറ്റത്ത്. ആ മരത്തുമരി ഇല്ലാത്തൊരു ചെടിയിൽ ഒരു വിധം എല്ലാ ചെടികളും ഞാൻ ആ മരത്തുമരി വെച്ച് പിടിപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കുള്ള സൗകര്യത്തിൽ ഒരുപാട് സ്ഥലം വേണമെന്നൊന്നുമില്ല. നമുക്ക് എത്ര സ്ഥലമാണുള്ളത് ആ സ്ഥലത്തിനനുസരിച്ച് നമ്മളിതുപോലൊക്കെ നട്ട് പിടിപ്പിക്കുക. പിന്നെ എല്ലാ ചെടിച്ചട്ടികളൊക്കെ ക്യാഷ് എടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കയ്യിലുള്ളതിലൊക്കെ നട്ട് പിടിപ്പിക്കും ചെയ്യും കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നിങ്ങളെ കമൻറ്റ് അറിയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക. കണ്ടില്ലേ ഇങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ടയറിലും ഇതേപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ടയർ ഇങ്ങനെ തൂക്കി വെച്ചിട്ട് ചെടി നടുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ ചുറ്റുഭാഗവും റൗണ്ടിലും നമുക്ക് നമ്മളെ ഹാങ്ങിങ് ചെടി ഒന്ന് സെറ്റാക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.